ഒരു ഫയൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ആ ഫയലിൻ്റെ എക്സിസ്റ്റൻസ് കംപ്ലീറ്റ്ലി അങ്ങ് ഇല്ലാതാവും. ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ പോലും ജസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഷിഫ്റ്റ് ഡിലീറ്റോ അല്ലെങ്കിൽ റീസൈക്കിൾ ബിന്നിൽ പോയി പെർമനൻറ്റ് ഡിലീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ എല്ലാം തീർന്നെന്നാണ് മിക്കവരും വിചാരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് അറിയായിരിക്കും. പക്ഷേ അല്ലാത്ത ഒരു കാഷ്വൽ ജനറൽ യൂസറിന് ഇത്രയേ ഉള്ളൂ ഡിലീഷൻ, അതിനപ്പുറം ഒന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്, കംപ്ലീറ്റ്ലി റോങ് ആണ്. കാരണം അതിനപ്പുറമുണ്ട് ഡിലീഷൻ, അതിനപ്പുറവും ഫയൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ പല ന്യൂസിലും കേൾക്കാറില്ലേ, മീൻസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഫയൽ ഡിലീറ്റ് ചെയ്തതും റിക്കവർ ചെയ്തെടുത്തു, ഫോണിൽ നിന്നും ഹാർഡ് ഡിസ്കിൽ നിന്നും എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അത് നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് അപ്പുറത്തെ ചെവിയിലൂടെ കളയും. എന്താ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലേ. പക്ഷേ അതെങ്ങനെയാണ് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഡാറ്റ റിക്കവറി സർവീസസ് ഉണ്ട്, ഓരോ സിറ്റിയിലും കാണും മിക്കയിടത്തും. അപ്പോൾ അവിടെ കൊടുത്ത് നമ്മൾ ഹാർഡ് ഡിസ്ക് ഡാമേജ് ആയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലീറ്റ് ആയി പോയതോ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ റിക്കവർ ചെയ്ത് തരും, അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ആക്ച്വലി? എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സംഭവം? അതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഇർറിക്കവറബിൾ ആക്കി മാറ്റാം, മീൻസ് ഒരു രീതിയിലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത രീതി അതെങ്ങനെ ആക്കാം എന്നുള്ളതിനെ പറ്റി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും താമസിക്കുന്നില്ല, നമുക്ക് നേരെ കണ്ടന്റിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. ഫയൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ആക്ച്വലി ഡിപ്പെൻസ് ആണ്. കാരണം നിങ്ങൾ ഏത് ഡിവൈസിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്തത്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതനുസരിച്ചിരിക്കും നിങ്ങളുടെ റിക്കവറിയുടെ ചാൻസസ്. അപ്പോൾ നമുക്ക് ആദ്യമേ ആ ഡിവൈസസിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. നമുക്കറിയാം സ്റ്റോറേജ് മീഡിയം പൊതുവേ കാറ്റഗറൈസ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഹാർഡ് ഡിസ്ക് ആയിട്ടും അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി ആയിട്ടും. ഈ ഫ്ലാഷ് മെമ്മറിക്കകത്താണ് SSDs ഒക്കെ വരുന്നത്, അതുപോലെ തന്നെ USBs വരുന്നത്, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര വലിയ ചാൻസ് ഉണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി. നിങ്ങൾ ഏതൊരു ഫയൽ ഡിലീറ്റ് ചെയ്താലും അത് എപ്പോഴാണെങ്കിലും റിക്കവർ ചെയ്തെടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ആലോചിക്കുക. അതാണ് ഹാർഡ് ഡിസ്കിൻ്റെ കാര്യത്തിൽ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയൽ നിങ്ങൾ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി ഡിവൈസ് ലെവലിൽ ഡിലീഷൻ നടക്കുന്നില്ല. പകരം വിൻഡോസിൻ്റെ OSനകത്ത് ഒരു ഫയൽ റെഫറൻസ് ടേബിൾ വരുന്നുണ്ട്. ആ ഫയൽ റെഫറൻസ് ടേബിളിൽ വേറൊന്നുമല്ല, ഓരോ ഫയലും ഏത് ലൊക്കേഷനിലാണ് ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു ഫയൽ റെഫറൻസ് ടേബിളാണ്. അപ്പം ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ആ ഒരു ഫയൽ എംപ്റ്റി ആയിട്ട് കാണിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഡിവൈസ് ലെവലിൽ ഡിലീഷനൊന്നും നടക്കുന്നില്ല, ഒരു വക നടക്കുന്നില്ല. ജസ്റ്റ് ആ വിൻഡോസ് OSൻ്റെ റെഫറൻസ് ടേബിളിൽ ആ ഒരു ഭാഗത്ത് എംപ്റ്റി ആയിട്ട് കാണിക്കും. അതായത് ആ ഒരു ലൊക്കേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഫയൽ എംപ്റ്റി ആണ്, ഈ ഒരു സ്ഥലം എംപ്റ്റി ആണ് എന്ന് കാണിക്കും. അതെന്തിനാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നിക്കാണും. കാരണം ഡിലീഷനേ നടക്കുന്നില്ല, ജസ്റ്റ് എംപ്റ്റി ആണെന്ന് കാണിച്ചിട്ട് എന്താണ് പ്രയോജനം? വേറൊന്നുമല്ല, പുതിയ ഫയൽ വരുമ്പോഴത്തേക്കും അവിടെ ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു സ്പേസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണ്ട, ഈ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഓവർ റൈറ്റ് ചെയ്യാം. കാരണം ഈ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്തു, യൂസറിന് ആ ഒരു ഫയൽ വേണ്ട, അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് പുതിയ ഫയൽ വന്നു കഴിഞ്ഞാൽ ഓവർ റൈറ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ നിങ്ങളൊരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ആക്ച്വലി പെർമിഷൻ ടു ഓവർ റൈറ്റ് കൊടുക്കുന്നത് പോലെയാണ്. അതായത് ഈ ഒരു ഭാഗം ഇനി ഓവർ റൈറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. അല്ലാതെ ഡിവൈസ് ലെവലിൽ ഡിലീഷൻ നടക്കുന്നില്ല. ഇനി SSDയുടെയും ഫ്ലാഷ് മെമ്മറിയുടെയും കാര്യം അത് ആക്ച്വലി ഡിഫറൻ്റ് ആണ്. ഹാർഡ് ഡിസ്ക് പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കാര്യം സിമിലറാണ്, ശരിയാണ്. അതായത് മീൻസ് ഫയൽ റെഫറൻസ് ടേബിളിലാണ് യൂസർ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫയൽ എംപ്റ്റി ആയിട്ട് കാണിക്കുന്നത്. അല്ലാതെ യൂസറിൻ്റെ കൺട്രോളല്ല ഡിവൈസ് ലെവൽ ഡിലീഷൻ എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ആക്ച്വലി രണ്ട് അഡീഷണൽ ഫീച്ചേഴ്സ് SSDയെ യുണീക്ക് ആക്കുകയും അതുപോലെ തന്നെ ഡാറ്റ റിക്കവറി പാടാവുകയും ഡാറ്റ ഡിലീഷൻ ഉറപ്പാവുകയും ചെയ്യും. ഈ രണ്ട് അഡീഷണൽ ഫീച്ചേഴ്സാണ്, ഒന്ന് ട്രിം കമാൻഡും രണ്ട് ആക്റ്റീവ് ഗാർബേജ് കളക്ഷൻ മെക്കാനിസവും. ഈ ട്രിം കമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല. ആക്ച്വലി ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹാർഡ് ഡിസ്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹാർഡ് ഡിസ്ക് അറിയുന്നില്ല ഈ ഫയൽ ഡിലീറ്റ് ആയി എന്നുള്ളത്, അല്ലേ? ഇപ്പം വിൻഡോസിൽ മാത്രമേ, ആ OS ലെവലിൽ മാത്രമേ ആ റെഫറൻസ് ടേബിളൊക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് മാത്രമാണ് അറിയുന്നത്. ആ ഒരു സ്പേസിൽ ഓവർ റൈറ്റ് ചെയ്യാം എന്നുള്ള പെർമിഷൻ വിൻഡോസ് തന്നെയാണ് കൊടുക്കുന്നത്, അല്ലേ? ഹാർഡ് ഡിസ്ക് ഒരു വക അറിയുന്നില്ല ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ആക്ച്വലി SSDയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വിൻഡോസിനകത്തുള്ള ഈ ഒരു ട്രിം കമാൻഡ് ആക്ച്വലി SSDയുടെ കൺട്രോളറിനെ അറിയിക്കും ഈ ഒരു ഫയലെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇറേസ് ചെയ്യാം എന്ന് അറിയിക്കും. അതാണ് ഈ ട്രിം കമാൻഡ്. ഈ ട്രിം കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത ഉടനെ ആക്റ്റീവ് ഗാർബേജ് കളക്ഷൻ മെക്കാനിസം, അതിൻ്റെ പേര് പോലെ തന്നെ ഗാർബേജ് കളക്ഷൻ, ഈ
ഡാറ്റയെല്ലാം അനാവശ്യമായിട്ടുള്ള ഡാറ്റ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അത്രയേ ഉള്ളൂ. അതാണ് സംഭവം. അതുകൊണ്ടെന്താ, ഡിലീഷൻ കുറച്ചുകൂടെ ഉറപ്പാവുകയും ചെയ്തു, ഡാറ്റ റിക്കവറി കുറച്ചുകൂടെ പാടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് മിക്ക ഡാറ്റ റിക്കവറി സർവീസസും ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് SSD ആണോ അതോ ഹാർഡ് ഡിസ്ക് ആണോ. അപ്പോൾ ഞാൻ 1-2 വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് HDD ആണെങ്കിൽ ചെയ്യാം, SSD ആണെങ്കിൽ പാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. SSD നമുക്കറിയില്ല അതെങ്ങനെയാണെന്നുള്ളത്. ചിലപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനെങ്കിലും പറ്റുമായിരിക്കും. എന്നാലും ചാൻസസ് കുറവാണ് ഡാറ്റ റിക്കവറിക്ക് വേണ്ടി. അതാണ് SSDയുടെ മെക്കാനിസം എന്ന് പറയുമ്പോൾ. ഇതുപോലെ തന്നെയാണ് ഫോണിലും അപ്ലൈ ആവുന്നത്. അത് ഫോണിലും ഫ്ലാഷ് മെമ്മറി ആണല്ലോ, ഫോണിലും ഈ ഒരു മെക്കാനിസം വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ട്രിം കമാൻഡ് ആക്ച്വലി യൂസർ ഡിലീറ്റ് ചെയ്ത ഉടനെ ആ ഇൻസ്റ്റൻറ്റ് തന്നെ എക്സിക്യൂട്ടായി ഗാർബേജ് കളക്ഷൻ വന്ന് ഡാറ്റ അങ്ങ് ഇറേസ് ചെയ്ത് കളയത്തൊന്നുമില്ല. അതിന് ഒരു ഷെഡ്യൂൾ ടൈമുണ്ട്. ആ ഷെഡ്യൂൾ ടൈമിലാണ് ഇത് എക്സിക്യൂട്ടായി നേരെ ഈ ഗാർബേജ് കളക്ഷനൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാറ്റ റിക്കവർ ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചിലതൊക്കെ വീക്ക്ലി ആണ് ഈ ട്രിം കമാൻഡ് നടക്കുന്നത്. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാം. പിന്നെ ഈ ട്രിം കമാൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. വിൻഡോസിലൊക്കെ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ പൊതുവേ ഇനേബിൾ ചെയ്തിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഡാറ്റ റിക്കവറിയാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ ഡിസേബിൾ ചെയ്തിടാം. പക്ഷേ ഇത് ആക്ച്വലി SSDയുടെ ലോഞ്ചിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫീച്ചറാണ് ഈ ട്രിം കമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും അത് ഇനേബിൾ ചെയ്തിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ സ്മാർട്ട് ഫോണിലാണെങ്കിലും ഈ സെയിം സ്റ്റോറേജ് സംഭവമാണ് വരുന്നത്. അതായത് NAND ഫ്ലാഷ് മെമ്മറി. എല്ലാ സ്മാർട്ട് ഫോൺസും ആൻഡ്രോയിഡ് ആവട്ടെ iOS ആവട്ടെ ഫ്ലാഷ് മെമ്മറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SSDക്കകത്ത് വരുന്ന പല കാര്യങ്ങളും ഇതിനകത്തും സിമിലറാണ്. ഗാർബേജ് കളക്ഷൻ മെക്കാനിസം, ട്രിം കമാൻഡ് അത് ഇതിനകത്തുമുണ്ട്. അതുകൊണ്ട് അറിയാമല്ലോ, റിക്കവറി കുറച്ച് പാടാണ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഇറേസ് ആയി പോകാൻ സാധ്യതയുണ്ട് എപ്പോഴേലും ആ ഒരു ടൈം സ്റ്റാമ്പിനുള്ളിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണൽ ഒരു സെക്യൂരിറ്റിയും കൂടെ സ്മാർട്ട് ഫോൺസിൽ വരുന്നുണ്ട്. അതാണ് ഫുൾ ഡിസ്ക് എൻക്രിപ്ഷൻ. ആൻഡ്രോയിഡ് 5.0യ്ക്ക് ശേഷം വരുന്ന ഡിവൈസസിലും iOS 3.0യ്ക്ക് ശേഷം വരുന്ന എല്ലാ ഡിവൈസസിലും ഈ ഫുൾ ഡിസ്ക് എൻക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഡിസ്ക് എൻക്രിപ്ഷൻ? വേറൊന്നുമല്ല, ഓരോ ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എൻക്രിപ്റ്റഡ് കീ വേണം. ഈ കീ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ എൻക്രിപ്റ്റഡ് കീയും അതിനൊപ്പം ഡിലീറ്റ് ആവും. അതുകൊണ്ട് തന്നെ ആ ഫയൽ ആക്സസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഒരുപാട് റിക്കവറി ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊക്കെ മിക്കതും സ്കാമാണ് ഉള്ളത് പറയാമല്ലോ. ഇപ്പം നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അടിച്ച് നോക്കിയാൽ ആപ്പ് സ്റ്റോറിൽ ആക്ച്വലി കുറവാണ്. കാരണം മിക്കതും സ്കാംസ് ആയിട്ട് അതിനകത്ത് വരുന്നില്ല സത്യം പറഞ്ഞാൽ. എന്നാൽ പ്ലേ സ്റ്റോറിൽ ഒരുപാടുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ എങ്ങാനും വന്നാലായി, അത് മിക്കതും സ്കാമാണ്. നിങ്ങളെ നിന്ന് പൈസ അടിച്ചു മാറ്റാനുള്ള വഴിയാണ്. കാരണം ഇത് ഏകദേശം നിയർ ടു ഇമ്പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിട്ടുള്ള പരിപാടിയാണ്. ഇനി നിങ്ങൾ അഥവാ നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, പിന്നെ ഭയങ്കര ചാൻസ് കുറവാണ് ആ ഒരു ഡാറ്റ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത്. കാരണം ഫാക്ടറി റീസെറ്റ് ആക്ച്വലി ഓൾറെഡി ഡെലീഷൻ ഇത്രയും പാടാണ് അല്ലേ. അതിൻ്റെ കൂടെ ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഓവർ റൈറ്റും കൂടെ ചെയ്യും, അല്ലെങ്കിൽ വൈപ്പ് ചെയ്യും കംപ്ലീറ്റ്ലി ആ ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് മീഡിയ. അതുകൊണ്ട് തന്നെ അത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ് ആ ഒരു ഫയൽ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ പലരും പറയും, പല വീഡിയോസും ഉണ്ടാകും, ഫാക്ടറി റീസെറ്റ് ചെയ്താലും റിക്കവർ ചെയ്തെടുക്കാനുള്ള ആപ്സ് ഉണ്ട്. അതെല്ലാം സ്കാമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആപ്സ് എല്ലാം സ്കാമാണ്. കാരണം ഫാക്ടറി റീസെറ്റ് ചെയ്ത ഡാറ്റ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡാറ്റ റിക്കവറി പോസിബിലിറ്റിയെ പറ്റി പല ഡിവൈസസിലും എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനിയിപ്പം എങ്ങനെ ഡാറ്റ റിക്കവർ ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഹാർഡ് ഡിസ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റിക്കവർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് റിക്കവറി എന്ന് പറയുന്നത് അതാണ്. സ്വന്തമായിട്ട് ചില ഡൗൺലോഡഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് റിക്കവർ ചെയ്യാം. 1-2 സോഫ്റ്റ്വെയർ എനിക്ക് പറയാനുള്ളത്, വിൻഡോസിൽ ഒന്ന് ഡിസ്ക് ഡ്രിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും പിന്നെ റിക്യൂവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും. ഈ ഡിസ്ക് ഡ്രിൽ ആക്ച്വലി മാക് OSലും ഉപയോഗിക്കാം. പക്ഷേ മാക് OSൽ ഇപ്പോൾ എല്ലാം SSD ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പറ്റും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഡാറ്റ റിക്കവറി പോസിബിളാണ്. ഇപ്പോൾ ഉടനെയൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഡിസ്ക് ഡ്രിൽ യൂസ് ചെയ്ത് ഡാറ്റ റിക്കവറി പോസിബിളാണ്. പക്ഷേ ചാൻസ് കുറവാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴി ഡാറ്റ റിക്കവർ ചെയ്യാൻ വേണ്ടി മാക് OSൽ ഈ ഡിസ്ക് ഡ്രിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ റെക്യൂവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വിൻഡോസ് എക്സ്ക്ലൂസീവാണ്, മാക് OSൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഒരുപാട് പേര് ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയിട്ട് ഒരു ബേസിക് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഭയങ്കര ഹൈ എൻഡ് സാധനമൊന്നുമല്ല. അപ്പം ഞാനിതിനകത്ത് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിന് പെയ്ഡ് വെർഷനും ഉണ്ട് ഈ 2 എണ്ണത്തിന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള വെർഷൻ ഉപയോഗിച്ച് നോക്കാം. പക്ഷേ ഈ 2 ആപ്ലിക്കേഷനും സ്കാം ആയിട്ടുള്ള ആപ്ലിക്കേഷനൊന്നുമല്ല, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇനി സ്മാർട്ട് ഫോൺസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആൻഡ്രോയിഡ് ആവട്ടെ iOS ആവട്ടെ, രണ്ടിലും ഫയൽ റിക്കവർ ചെയ്തെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പാടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ
ഒരു പ്രോപ്പറായിട്ടുള്ള ആപ്ലിക്കേഷൻ ഈ റെക്കമെൻഡ് ചെയ്ത് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു 95% ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഡാറ്റ റിക്കവറി ആപ്ലിക്കേഷൻ അടിച്ചു നോക്കുമ്പോഴത്തേക്കും കടൽ പോലെ ഒരുപാടെണ്ണം വന്ന് കിടക്കുന്നതാണ്. ചിലതിനൊക്കെ നല്ല റിവ്യൂസാണ്, നല്ല റേറ്റിംഗ്സ് ഒക്കെയാണ്, പക്ഷേ അത് മിക്കതും ഫേക്കാണ്. അതാണ് സത്യം എന്ന് പറഞ്ഞാൽ. നിങ്ങളെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള മാർഗ്ഗം എന്നല്ലാതെ ഇത് നല്ലൊരു ട്രൂ ആയിട്ടുള്ള സൊല്യൂഷൻ തരത്തില്ല. ആകെ ഇച്ചിരിയെങ്കിലും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് എനിക്ക് തോന്നിയത് ഡിസ്ക് ഡിഗറാണ്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അഥവാ എങ്ങാനും വല്ല മീഡിയ ഫയൽസ് കിട്ടിയാലായി. അത് ഞാൻ 95% ചാൻസ് പറയുന്നില്ല, ചെറിയൊരു ചാൻസേ ഉള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ചാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഇല്ല. പിന്നെ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കുറച്ചുകൂടെ ഡിഫറൻറ്റ് സ്റ്റോറിയാണ്. കാരണം ഡിസ്ക് ഡിഗറിന് കുറച്ചുകൂടെ അകത്തോട്ട് ഡീപ്പായിട്ട് പോയി ഫയൽസ്, സിസ്റ്റം ഫയൽസ് എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നോക്കാൻ പറ്റും. കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് അതിന് ഒഴിവാക്കി കിട്ടും. കാരണം റൂട്ട് ആക്സസ് ഉണ്ടെങ്കിൽ കുറേ റെസ്ട്രിക്ഷനൊക്കെ മാറിക്കിട്ടും ആ ഒരു ആപ്ലിക്കേഷന്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫയൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാൻ സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടുള്ള ഡാറ്റ റിക്കവറി ശ്രമങ്ങളൊക്കെ ഇത്രയേ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ ഒരു ഡാറ്റ റിക്കവറി സർവീസിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഡാറ്റ റിക്കവർ ചെയ്ത് തരത്തില്ലേ? തീർച്ചയായിട്ടും തരും. ഹാർഡ് ഡിസ്കിനാണ് അവിടെയും കൂടുതൽ പ്രയോറിറ്റി. കാരണം മിക്കയിടത്തും നിങ്ങളൊന്ന് കൊടുത്തു നോക്കുമ്പോഴത്തേക്കും അവർ ചോദിക്കും ഹാർഡ് ഡിസ്ക് ആണോ SSD ആണോ ഫോണാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും SSDയോ ഫോണോ ആണെങ്കിൽ അവർ ചിലപ്പോൾ പറയും ചാൻസ് ഇല്ല, തരേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ അങ്ങനെ പറയും, അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. ചിലവർ എടുക്കത്ത് പോലുമില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ ഡാറ്റ റിക്കവറി സർവീസസിന് കൊടുത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും ഫേംവെയർ പ്രോബ്ലം ഉണ്ടെങ്കിൽ എക്സ്ട്രീംലി യൂസ്ഫുൾ ആണ്. കാരണം നമുക്കത് മാറ്റാൻ പാടാണ്. ഫേംവെയർ ഒക്കെ അതിൻ്റെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പാടായിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ എന്തെങ്കിലും പാർട്സിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇടി എങ്ങാനും വെട്ടി സർക്യൂട്ട് ബോർഡ് എങ്ങാനും അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡാറ്റ റിക്കവറി സർവീസസിന് കൊടുക്കുന്നതാണ് നല്ലത്. അവർ സർക്യൂട്ട് ബോർഡ് കംപ്ലീറ്റ്ലി മാറ്റിത്തരും. അതുപോലെ തന്നെ അതിൻ്റെ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടല്ലോ, ആ ഒരു റൈറ്റ് ചെയ്യുന്ന ഹെഡിന് അതിനെങ്ങാനും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ റിക്കവറി സർവീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നുകിൽ റിപ്പയർ ചെയ്ത് തരും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരും. അപ്പം ഇങ്ങനത്തെ ചില കാര്യങ്ങൾ, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഈ ഡാറ്റ റിക്കവറി സർവീസസ് വഴി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടൊരു നോർമൽ ടെക്നീഷ്യന്, ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യന് ഹാർഡ് ഡിസ്ക് റിപ്പയർ ചെയ്തുകൂടാന്നുള്ളത്? കാരണം വേറൊന്നുമല്ല, ഈ ഹാർഡ് ഡിസ്ക് തുറക്കേണ്ടത് നമ്മുടെ ഈ സാധാരണ റൂം പോലത്തെ റൂമിലൊന്നുമല്ല. ക്ലീൻ റൂം സെറ്റപ്പ് എന്ന് പറയുന്ന റൂമിൽ മാത്രമേ ഈ ഹാർഡ് ഡിസ്ക് തുറക്കാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണ്? കാരണം ഒരു ചെറിയ പൊടി പോലും ഈ ഹാർഡ് ഡിസ്കിൻ്റെ പുറത്ത് വീഴാൻ പാടില്ല. വീണ് കഴിഞ്ഞാൽ ഡാറ്റ കറപ്ഷനാണ്. കാരണം ഈ ഡാറ്റയൊക്കെ ഈ ഹാർഡ് ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര മൈക്രോസ്കോപ്പിക് ലെവലിലാണ്. നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ നമുക്ക് ഓരോ ചെറിയ ഡാറ്റയും കാണാൻ പറ്റുള്ളൂ. ഹ്യൂമൻ ഐസിന് വിസിബിൾ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അത്രയും ചെറുതായിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് പൊടി എങ്ങാനും വീണ് കഴിഞ്ഞാൽ ഡാറ്റ കറപ്ഷന് സാധ്യതയുണ്ട്. ചില അഡ്വാൻസ്ഡ് ഡാറ്റ റിക്കവറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ഡിസ്കിനകത്തു നിന്ന് തന്നെ ഡാറ്റ റീഡ് ചെയ്യുന്ന ഓരോ മെഷീൻസ് ഉണ്ട്. ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ഓരോ സീറോസും വൺസും കറക്റ്റ്ലി റീഡ് ചെയ്ത് ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, ഡയറക്റ്റ്ലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഓരോ മെഷീൻസ് വരെ ഉണ്ട്. പിന്നെ ചില സമയമുണ്ടല്ലോ ഈ ഡിസ്ക് പൊട്ടിപ്പൊളഞ്ഞ ഡിസ്ക് കാണും. അപ്പം അതിനകത്തുനിന്ന് ഓരോ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡിസ്ക് എടുത്തിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി ഓരോ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്ത് കറക്റ്റ്ലി ഫിക്സ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ടെക്നോളജിയാണ്. അപ്പം എനിക്ക് തോന്നി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും. ചെറിയൊരു ഡാറ്റ കിട്ടിയാലും മതി, കുഴപ്പമില്ല. അപ്പം അത് വെച്ചെങ്ങാനും കേസ് സോൾവ് ആയാലോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. അപ്പം നമ്മുടെ നോർമൽ ഡാറ്റ റിക്കവറി സർവീസസിലൊക്കെ അത്രയും ലെവലിൽ വരെ പോകുമെന്നൊക്കെ ഉള്ളത് ഡൗട്ടാണ്. പക്ഷേ എന്നാലും ഇങ്ങനൊരു പോസിബിലിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റ റിക്കവറിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി എങ്ങനെ ഒരു ഡിലീറ്റ് ചെയ്ത ഡാറ്റ ഇർറിക്കവറബിൾ ആക്കി മാറ്റാം. അപ്പോൾ ഫേസ്റ്റ്ലി നമുക്ക് വിൻഡോസിൽ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, മാക്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഹാർഡ് ഡിസ്കിലും SSDസിലും ആക്ച്വലി ഓവർ റൈറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞു തരുന്നല്ലോ, ഹാർഡ് ഡിസ്കിലാണെങ്കിലും നിങ്ങൾ ഓവർ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും പഴയ ഡാറ്റ അങ്ങ് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഫുൾ ഡിസ്ക് ഓവർ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കുറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ SSD ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകം പറയേണ്ടത് മാക്സിമം 2 തവണയൊക്കെ വൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല. അഡീഷണൽ ആയിട്ട് ഓവർ റൈറ്റ് ആകുമ്പോഴത്തേക്കും ഡിസ്ക് ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് അധികം ഓവർ റൈറ്റ് ചെയ്യൽ. നിങ്ങൾ വിൽക്കാൻ എങ്ങാനും പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫ്രണ്ടിന് എങ്ങാനും കൊടുക്കാനാണ് പ്ലാനെങ്കിൽ അധികം തവണ ഓവർ റൈറ്റ് ചെയ്യേണ്ട. 2 3 മാക്സിമം. SSD ആണെങ്കിൽ 2 കൊണ്ട് നിർത്തുക. പിന്നെ സ്മാർട്ട് ഫോൺസിൻ്റെ കേസസിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറി റീസെറ്റ് മതിയാവും, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം ഓരോ ആൾക്കാർ ചുമ്മാ പറയുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്കൊന്നും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല ആക്ച്വലി. ഇപ്പം ഫാക്ടറി റീസെറ്റ് ചെയ്ത ഫോണിൽ നിന്നും
ഡാറ്റ റിക്കവർ ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ റിക്കവർ ചെയ്തെടുക്കാനുള്ള ചാൻസ് വരെ വളരെ മൈന്യൂട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിയറി വെച്ച് നോക്കുമ്പോഴത്തേക്കും. പിന്നെ അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സേഫ് സൈഡിലാവണം എന്നുണ്ടെങ്കിൽ ഷ്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും ഇൻറ്റേർണൽ സ്റ്റോറേജിനെ. അങ്ങനെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. നിങ്ങൾ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിനകത്ത് ഒരു വലിയ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡിവൈസസ് എല്ലാം കൂടെ കറപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനകത്ത് ഉള്ള ഡാറ്റ എല്ലാം കറപ്റ്റ് ചെയ്യാനും ആ ഡിവൈസസ് ഡിസ്ട്രോയ് ചെയ്യാനും വേണ്ടി മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആ സീൻ നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കാം ചിലപ്പം. അപ്പോൾ അത് ആക്ച്വലി ഈ ഒരു സംഭവത്തിന് ബേസിസാണ്. വേറൊന്നുമല്ല, മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട് ഡാറ്റ കറപ്റ്റ് ചെയ്യാൻ പറ്റും ഹാർഡ് ഡിസ്കിൽ, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഇൻറ്റേർണലി ഡാമേജ് ചെയ്യാൻ പറ്റും. എന്നാൽ SSDയിൽ പറ്റില്ല. കാരണം SSD കംപ്ലീറ്റ്ലി ഈ ഒരു മൂവിങ് പാർട്സ് ഇല്ലാത്തൊരു സാധനമാണ്. അതുപോലെ തന്നെ മാഗ്നറ്റൈസേഷനിലല്ല ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ഹാർഡ് ഡിസ്കിൽ മാഗ്നറ്റൈസേഷനിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂവിങ് പാർട്സും ഉണ്ട് താൻ. അതാണ് ഹാർഡ് ഡിസ്കിലെ ഡാറ്റ ഈ ഒരു സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് കറപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അല്ലാതെ SSDയിൽ ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് പേടിയാണ് ഡാറ്റ ആര് റിക്കവർ ചെയ്തത് ഏറ്റവും സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ വേറൊന്നുമില്ല, കത്തിച്ച് കളയാം. അതാണ് ഏറ്റവും നല്ല വഴി. അല്ലെങ്കിൽ SSD ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സാധനം അതിനകത്ത് തുറന്നിട്ട് അതിൻ്റെ ബോർഡും അതിൻ്റെ ആ സെല്ലൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒറ്റയടിക്ക് അടിച്ച് പൊട്ടിക്കുക. അത്രേ ഉള്ളൂ. ഹാമർ വെച്ച് അങ്ങനെ അടിച്ച് പൊട്ടിച്ച് കളയാം. അത് വീണ്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് കത്തിച്ച് കളയാം. മെൽറ്റ് ഡൗൺ ആവുന്നവരെ കത്തിച്ച് കളയാം. പിന്നെ ഒരു ചാൻസും ഇല്ല റിക്കവർ ചെയ്യാൻ വേണ്ടി. അപ്പം എത്ര വലിയ കൊമ്പൻ നോക്കിയാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഡാറ്റ റിക്കവറിയെ പറ്റി. എനിക്ക് തന്നെ ക്ഷീണമാവുന്നു, ഒരുപാട് നേരം സംസാരിച്ച്. അപ്പോൾ എന്നാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.